ഗൈസ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഖത്തറിൽ നടന്നൊരു സ്കാമിനെ കുറിച്ച് പറയാനാണ്. അതായത് വേറെ ആരുമല്ല, ഒരു ഉപ്പയും മകനും കൂടിയിട്ട് കുറേ മലയാളികളെ പറ്റിച്ച ഒരു കഥ. അവരുടെ ഖത്തറിലെ ഷോപ്പിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്തായിരുന്നു. അപ്പൊ ആ ബേസിൽ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ പേഴ്സണലി അടുപ്പുണ്ടാവില്ലേ, അവനായിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ. ഖത്തറിൽ ഇപ്പൊ CJ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഷോപ്പൊക്കെ നടത്തിയിരുന്നു. സജാദ്, സച്ചു എന്നൊക്കെയാണ് അവനെ വിളിക്കുക. അതുപോലെ തന്നെ അവന്റെ ഉപ്പ സജീവ്, രണ്ടും പക്ക ഫ്രോഡുകളാണ്. ഇപ്പൊ അവർ ഖത്തറിലാണ് താമസിക്കുന്നതെന്ന് മനസ്സിലായി. നാട്ടിൽ കൊല്ലത്താണ് അവർ താമസിച്ചിരുന്നത്. ഇപ്പൊ നാട്ടിലൊന്നുമില്ല, കാരണം അവർ ഫാമിലിപരമായിട്ട് ഫ്രോഡുകളാണ്. കാരണം നാട്ടിലെല്ലാവരും അവർ മാറി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കുക, ഒരാൾക്കൊരു പിടി കൊടുക്കാണ്ട് നടക്കുക. ഒരു മോനും ഉപ്പയും തമ്മിൽ ഒരു സ്കാം നടത്തുന്നത് ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ആ കുടുംബത്തിന്റെ ക്വാളിറ്റി. ഒരുപാട് പേരായി മെസ്സേജ് അയക്കണം, നിങ്ങൾ പേഴ്സണലി അടുപ്പുണ്ടെങ്കിൽ ഒന്ന് പറയണം. എൻ്റെ കയ്യിൽ മുഴുവൻ തെളിവും കാര്യങ്ങളും അവരുടെ എഗ്രിമെന്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം പക്ക ഫ്രോഡുകളാണ്. അവർ താമസിക്കുന്ന സ്ഥലത്ത് പലരെയും പല രീതിക്ക് ഇപ്പോൾ അവർ പെടുത്താൻ വെച്ചിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ ഒരു കാരണവശാലും പെടുത്തരുത്. അതുപോലെ തന്നെ അവരുടെ ഫാമിലി കൊച്ചിയിലെ എവിടെക്കോ മാറി താമസിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. അയൽവാസികളായിക്കോട്ടെ ആരായാലും അവരുമായിട്ട് യാതൊരുവിധ പണയിടപാടും നടത്തണ്ട. കാരണം രാത്രിക്ക് രാത്രി നാട് വിട്ടു പോകാൻ കഴിവുള്ള അത്രയും കള്ളന്മാരാണ്. ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ അവരെനിക്ക് കേസ് കൊടുത്താലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം അവരുടെ മൊത്തം തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാനിത് പറയണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് DM അയച്ചുതരാം. അതായത് ഈ ഉപ്പയും മോനും താമസിക്കുന്നത് ഖത്തറിൽ തന്നെയാണ്. പക്ഷേ ഖത്തറിൽ എവിടെയാണെന്ന് ഒരുപാട് പേര് അന്വേഷിച്ചിട്ട്, പോലീസ് വരെ അന്വേഷിച്ചിട്ട് ഇവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവരെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് നമുക്ക് DM ചെയ്താൽ മതി. ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെ വലയിൽ നിങ്ങളും വീഴാതിരിക്കാൻ വേണ്ടി പറയാണ്. പറ്റുന്നവർ ഹെൽപ്പ് ചെയ്യുക.